ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ സാധനം നോക്കിക്കേ, നല്ല സ്പെഷ്യലായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഫ്രഷ് ഞണ്ട് കിട്ടിയായിരുന്നു. അപ്പം ഇന്ന് ഞണ്ട് കറിയാണ് വെക്കാൻ പ്ലാൻ ചെയ്തത്. അപ്പം ഞണ്ട് കറി ഉണ്ടെങ്കിൽ രണ്ട് കറി വേണ്ടാന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം ഞണ്ട് കറി ഉണ്ടെങ്കിൽ രണ്ട് കറി വേണ്ടേന്ന്. അപ്പം ഞാൻ വീട്ടിൽ വിളിച്ച് ചോദിച്ചു, അമ്മ ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന്. അപ്പം അമ്മ പറഞ്ഞതാ, ഈ സാധനമില്ലേ ഇതെടുത്ത് ഒന്ന് കളഞ്ഞാൽ ആ തോടം ഇളകി വരുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തത്. പിന്നെ ഇടയ്ക്കൊന്ന് കൺഫ്യൂസൊക്കെ ആയി. ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി. അപ്പോൾ ചിലർ ഇതിനകത്തൊരു യെല്ലോ കളറിലൊരു സംഭവം ഉണ്ടല്ലോ, ചിലരത് എടുക്കുന്നുണ്ട്, ചിലരത് കളയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കളഞ്ഞു, എനിക്കറിയില്ലല്ലോ. അപ്പം ഞാൻ എന്തായാലും കളഞ്ഞു. പൈപ്പിൻ്റെ ഇവിടെ വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയുമായിരുന്നു. ഞാൻ ഈ സ്ട്രക്കായി നിന്നത് അതെടുക്കുന്ന സാധനമാണോ അതോ എന്താണെന്ന് എനിക്കറിയില്ലാത്തത് കൊണ്ട് ഞാൻ ഒന്ന് സ്ട്രക്കായതാണ്. അങ്ങനെ ഇന്ന് ഞണ്ട് കറി വെക്കാനാണ്. അപ്പോൾ ഞണ്ട് കറി ഇന്ന് തേങ്ങ അരച്ച് വെക്കാനാണ്. തേങ്ങ അരച്ച് ഞണ്ട് കറി ഞാൻ വീട്ടിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ചേച്ചി ഒരു റെസിപ്പിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചേച്ചി വേറൊരു റെസിപ്പി പറഞ്ഞു, ഞണ്ട് മസാല ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും ഒന്ന് ഞണ്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു തേങ്ങ അരച്ച്. പരീക്ഷണമായിട്ട് ഉണ്ടാക്കിയതാണെന്നെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. എനിക്ക് ഞണ്ട് കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എങ്ങനെ ഞണ്ട് കിട്ടിയാലും ഞാൻ കഴിക്കും, എങ്ങനെ കിട്ടിയാലും അല്ല, ഞണ്ട് കറി വെച്ച് എങ്ങനെ കിട്ടിയാലും ഞാൻ കഴിക്കും. അതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. ഞാനിതൊന്ന് ക്ലീൻ ചെയ്യാൻ ഇങ്ങനെ കുറേ പ്രാവശ്യം ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇതിലെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട്. ഞാൻ പിന്നെ ഒന്നായിട്ട് തന്നെ ഇട്ടത്. ചിലതിങ്ങനെ നടുക്കൂടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനങ്ങനെ ചെയ്തില്ല, ഞാൻ ഒന്നായിട്ട് തന്നെ ഇട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കറി വെച്ചത്. പിന്നെ ഞാൻ എൻ്റെ കാലും ഒക്കെ ഉണ്ടല്ലോ, കൈയൊക്കെ അവിടത്തേക്ക് മുള്ളൊക്കെ കട്ട് ചെയ്ത് കളയുന്നുണ്ടായിരുന്നു. കട്ട് ചെയ്ത് ഈ കത്രിക വെച്ചിട്ട് സൈഡെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട്, അപ്പോൾ കഴിക്കാൻ ഈസി ആവുമല്ലോ, കടിച്ച് പൊട്ടിക്കണ്ടല്ലോ, നമുക്ക് ഒന്ന് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുമല്ലോ. ഞാൻ ഫസ്റ്റ് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞു. ഞാൻ തോട് ഇതിനകത്ത് തന്നെയായിരുന്നു ഇട്ടിരുന്നത്. നമുക്ക് നാട്ടിലെ പോലെ വെളിയിലിരുന്ന് കഴുകാനും ഈ വേസ്റ്റ് വെള്ളമൊക്കെ വെളിയിൽ കൊണ്ട് കളയാനൊന്നും പറ്റൂലല്ലോ. ഇതേ ഉള്ളൂ നമുക്ക് വഴി, സിങ്കിൽ തന്നെ കളയുക. അപ്പം അങ്ങനെയാണ് ചെയ്തത്. തോട് ലാസ്റ്റിൽ ഞാൻ ഇതിനകത്തൊന്ന് പെറുക്കി കളയുക, ലാസ്റ്റിൽ കളയാന്ന് വെച്ചിട്ട്. രണ്ട് ഏകദേശം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ കാലിലെയും കയ്യിലെയൊക്കെ ഈ മുള്ളു പോലുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. അതിന് അത് മാത്രമല്ലോ, ഒന്ന് പൊട്ടിച്ചിടുകയും കൂടി വേണമല്ലോ. അപ്പം ഞാൻ പൈപ്പ് വെള്ളത്തിൽ ഒരു യെല്ലോ കളർ അഴുക്കുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഞാൻ പൈപ്പ് തുറന്നു വിട്ടിട്ട് ആ വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം എനിക്ക് അതിൻ്റെ കാലിൻ്റെയും കയ്യിലേക്ക് മുള്ളി കളയാനും കൂടി. അങ്ങനെ ഞണ്ടിന്റെ കയ്യിലും കാലിലൊക്കെ ഉണ്ടായിരുന്ന മുള്ളുകളൊക്കെ ഒന്ന് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുള്ളു കുഞ്ഞു കുഞ്ഞായിട്ട് ഒടിയൊടിങ്ങി പോകുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ കറി വെച്ചിട്ട് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ കൈ കൊള്ളൂല്ലേ. അപ്പൊ എന്തായാലും അങ്ങനെ കൊള്ളാത്ത പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ആണ് അതിന്റെ ഈ കാലിന്റെ അവിടെ ഇങ്ങനെ ഒരു സംഭവം ഇല്ലേ, നമ്മളത് ഇറുക്കി പിടിക്കുമെന്ന് പറയുന്നത്, അവിടെ ലാസ്റ്റ് പൊട്ടിച്ചു കൊടുത്തത്. അപ്പൊ കുറച്ചേരം ഇങ്ങനെ വിനീഗർ വെള്ളത്തിലിട്ടു. എന്നിട്ട് പിന്നെ തേങ്ങയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച്, തേങ്ങയും കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ഒരു 2-3 ഉലുവ, കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ആയിട്ട് തേങ്ങ അരയ്ക്കാൻ വേണ്ടി സെറ്റാക്കി വെച്ചു. പിന്നെ തക്കാളിയും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് നീളത്തില് കുറച്ച് കനം കുറച്ച് അരിഞ്ഞു വെച്ച്. എന്നിട്ട് മീൻകറി വെച്ചാല് ചട്ടി നിർബന്ധമാണല്ലോ. അപ്പൊ ഈ ചട്ടിയൊക്കെ ചൂടായപ്പോഴത്തേക്ക് നല്ല വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സാധാരണ ഈ തേങ്ങ അരച്ച് വെക്കുന്ന മീൻകറിക്കും ഞണ്ട് കറിക്കും ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അതുപോലെ തന്നെയാണ് ഞണ്ട് മസാല അല്ലെങ്കിൽ കൊഞ്ച് മസാല ഒക്കെ വെക്കുമ്പോഴും പ്രത്യേക ഒരു ടേസ്റ്റ് ആണ്. എന്തായാലും കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനിനിയും കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്റെ കറിവേപ്പില കുറച്ച് വാടിയിരിക്കുവാണ്. നമ്മളിവിടെ പാക്കറ്റ് മേടിച്ചാലും നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുവന്നിട്ടല്ലേ വെക്കുക. പിന്നെ ഫസ്റ്റ് വാഷ് ചെയ്ത് അതിനകത്ത് വെള്ളം എല്ലാം തോർന്നിട്ടായിരിക്കും എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പൊ ഇത് കുറച്ച് വാടിയിട്ടുണ്ട് ഇപ്പം. അപ്പൊ അതാണെങ്കിലും ഞാൻ കറുകിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നീളത്തിൽ അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് നമ്മുടെ പിച്ചാത്തി വെച്ചെന്നെ ഒന്ന് ചതയ്ക്കുന്ന രീതിയിലാക്കില്ലേ, എന്നിട്ട് അരിഞ്ഞത്. അപ്പൊ അതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് വേണം നമ്മുടെ സവാള ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഇടുമ്പോ ആ സമയം തന്നെ നല്ലൊരു മണമാണ് അല്ലേ. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ കടുകൊക്കെ വറുത്ത് കറിവേപ്പിലയും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഇടുമ്പോൾ തന്നെ കറിയുടെ ഒരു പ്രത്യേക മണം വരും. എനിക്ക് മണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പത്തേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഒരു പച്ചമണം മാറാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്ത്, ആ പച്ചമണം മാറി തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ഒരു സവാളയായിരുന്നു ഞാൻ എടുത്തത്. എൻ്റെ ഞണ്ട് ഒരുവിധം വലിയ ഞണ്ടായിരുന്നു. ആ 3 ഞണ്ട് അതിന് ഞാൻ
ഒരു സവാള എടുത്ത് ആ ഒരു സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചായിരുന്നു. ആ നീളത്തിൽ അരിഞ്ഞ ഒരു സവാള ഇട്ടിട്ടുണ്ട്. ഇനി ഈ സവാള ഒന്ന് വാട്ടിയെടുക്കണം. അപ്പൊ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് സവാള ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അങ്ങനത്തെ നമ്മുടെ സവാളയും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ നന്നായിട്ട് പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ഞണ്ട് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഞണ്ട് ഞാൻ കറിയിലേക്കല്ല ആ മസാലയിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയിട്ടാണ് ഇനിയും തേങ്ങ അരച്ച അരപ്പ് ചേർക്കുന്നത്. അപ്പൊ ഞാൻ ഞണ്ട് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ഈ ഞണ്ടൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് ഒരടപ്പ് വെച്ച് അടച്ചു വെക്കുന്നുണ്ട്. അതിന് ഞാൻ തേങ്ങ അരച്ചു. തേങ്ങയും നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഉലുവയൊക്കെ ഇട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് അരച്ച അരപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിരുന്നു. അത് ഞാൻ വീഡിയോയിൽ എടുക്കാൻ മറന്നുപോയി. അപ്പം ഞാൻ അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചു. എന്നിട്ട് ഇനി ഇതൊന്ന് കുറുകി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇത്രയും വന്നപ്പോഴേ നല്ല മണം വന്നായിരുന്നു. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. കുറച്ച് പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ടായിരുന്നേ തേങ്ങ അരപ്പിൽ. അത് ഞാൻ മറന്നുപോയി പറയാൻ. അപ്പം നന്നായിട്ട് ഇത് തിളച്ച് വന്ന് അപ്പം ഞാൻ ഒന്നായിട്ടാണല്ലോ ഇട്ടത്, ഞാൻ മുറിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ചട്ടി കുറച്ച് ചെറുതായി പോയോ എന്നൊരു ഡൗട്ട്, കാരണം എല്ലാം ഒന്നും ഇതായി കിട്ടിയില്ല. അപ്പം ഞാൻ എന്തായാലും ഒന്ന് തിരിച്ചിടയ്ക്ക് ഇട്ട് കൊടുത്തായിരുന്നു. അപ്പം നന്നായിട്ട് തിളച്ച് നല്ല മണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ചാറ് കുറുകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഓഫാക്കാന്ന് വെച്ച്. അതിനൊക്കെ മുന്നേ ആയിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞണ്ട് കറിയിൽ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും, ചേട്ടൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ലാസ്റ്റിൽ ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് ഇനി ഒന്ന് കുറച്ച് കഴിഞ്ഞ് ചാറൊക്കെ ഒന്ന് കുറുകി വന്നപ്പോഴത്തേക്ക് ഞാൻ തുറന്നു നോക്കി. ഏകദേശം എല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. കുരുമുളക് പൊടി ഇനി ഒന്ന് ചെറുതായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. ഞാൻ കുരുമുളക് പൊടി ഇട്ടിട്ട് ഇളക്കിയിട്ടില്ലായിരുന്നു. എന്തായാലും ഇത്രയായപ്പോഴേ നല്ല മണമായിരുന്നു, ഒരു രക്ഷയില്ലാത്ത മണമായിരുന്നു.
മണമുണ്ടോ ഗുണമുണ്ടോ എന്നുള്ളത് ഡൗട്ടായിരുന്നു. പക്ഷെ എന്തായാലും കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞണ്ടുകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ, അതെങ്ങനെ ഉണ്ടാക്കിയാലും ഞണ്ടുകറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാ ലാസ്റ്റ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് തീയൊക്കെ ഓഫാക്കി അടച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ദേ എൻ്റെ ഞണ്ടുകറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ചോറും ഞണ്ടുകറി, രണ്ട് കറി വേണ്ടല്ലോ ഞണ്ടുകറി ഉണ്ടെങ്കിൽ. അപ്പോൾ ഓക്കെ, ശരി, ബൈ.